friends, റൈഡറുകളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും അടിച്ച് പൊളിച്ച് കളിച്ചിരിക്കാമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഹെൽമെറ്റ് എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ കണ്ട സിറ്റുവേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരു വട്ടമെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും ഇല്ലേ? എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിനൊരു സിമ്പിളായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പം എന്താ, ഇന്ന് മഴയാണെങ്കിൽ നാളെ വെയില്, പിറ്റേ ദിവസമാണെങ്കിലും മഞ്ഞ്, അങ്ങനെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ക്ലൈമറ്റിൻ്റെ ഒരു പോക്ക്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റില്ല എന്താണ് ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇന്ന് വെയിലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇരുണ്ട് നിൽക്കുകയാണ് ക്ലൈമറ്റ്, കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ ഇതിനൊക്കെ ഇടയിൽ നമ്മൾ നന്നായി സ്വെറ്റ് വരും, നന്നായി നമ്മൾ വയർക്കും. പിന്നെ അതെല്ലാം നമുക്ക് ഹെയർ ഫോളൊക്കെ ഉണ്ടായി ഹെൽമെറ്റ് വെച്ച് പോകുമ്പോൾ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് കുഴിയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുടിയിൽ നന്നായിട്ട് വയർപ്പ് വരും. അപ്പോഴാണ് നമുക്ക് ഈ ഹെയർ ഫോളൊക്കെ വരുന്നത്. പ്ലസ് നമുക്ക് പിന്നെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിൽ ഭയങ്കരമായിട്ട് ഈ ബാക്ടീരിയാസും ഈ എന്താ പറയുക ഫംഗസൊക്കെ നമ്മുടെ ഈ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട്. നമുക്ക് പക്ഷെ മനസ്സിലാകത്തില്ല. നമ്മൾ ഈ സ്വെറ്റ് ആകുമ്പോൾ അതൊക്കെ അതിലിരിക്കില്ല, നമ്മളത് ക്ലീൻ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ പിന്നെ വെക്കുമ്പോൾ നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരും, പിന്നെ കുറേ പ്രോബ്ലംസ്, പിന്നെ ഡാൻഡ്രഫ് വരും. അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഈ ഡാൻഡ്രഫ് വരുന്നതുകൊണ്ടാണ് ഹെയർ ഫോൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ നമുക്ക് എഫക്റ്റീവായിട്ട് ഒരു സ്പ്രേ യൂസ് ചെയ്തിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്പ്രേ എന്ന് പറയുന്നത് അസ്ത്രയുടെ ഹെൽമെറ്റ് സ്പ്രേ ആണ് നിങ്ങൾക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതെങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു പുതിയൊരു ബോട്ടിലാണിത്. ഞാനിത് 2 മാസം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ നിങ്ങൾക്കിപ്പോൾ ഞാൻ പറഞ്ഞു തരാം. നമുക്കിത് ആദ്യം പൊളിക്കാം. ഇതൊരു ഇരുമ്പ്, നല്ല പ്ലാസ്റ്റിക് അല്ല ഈ ക്യാൻ, പക്ഷെ ഒരു ഇരുമ്പ് ടൈപ്പാണ് ഇത് വരുന്നത്. ഭയങ്കര സ്മോൾ, ഒരു 100 ml ആണ് ഇതിലുള്ളത്. പക്ഷെ ഇത് നമുക്ക് ഭയങ്കരമായിട്ട് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റുന്നതാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ട ആ മകത്ത് വ്യക്തിനെ ഇവിടെ പൊക്കി കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. നമുക്കപ്പോൾ തലേന്ന് ഇത് ഊരിയെടുത്ത് നമുക്ക് കാണിച്ചു തരാം. പിടിക്കൂ. അപ്പൊ നമ്മള് ഫസ്റ്റ് ഇതിന്റെ ഈ ഫോം മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്കിത് സ്പ്രേ ചെയ്യാം. അല്ലാണ്ട് നമുക്ക് ചെയ്യാം. ടൈം ഇല്ലെങ്കിൽ നിങ്ങൾ ഇതൊന്നും മാറ്റാൻ നിൽക്കേണ്ട, ജസ്റ്റ് ഇത് സ്പ്രേ ചെയ്താൽ മതി. ഇതെങ്ങനെ ഇത് ഈ ഫോം ഇത് 3 എണ്ണമായിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും ഇതിന്റെ ഉള്ളിൽ നിന്ന്. ഒന്ന് റിമൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കും ചേട്ടാ. അയ്യോ ശരി ചേച്ചി. 1 hour later. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇത് എന്റേത് ഫുള്ളി ഡിറ്റാച്ചബിൾ അല്ല. അപ്പൊ നിങ്ങളുടെ ഹെൽമെറ്റ് പക്ഷേ ഫുള്ളി ഡിറ്റാച്ചബിൾ ആയിരിക്കും. അപ്പൊ നിങ്ങൾ അങ്ങനെ എടുക്കുക, എന്നിട്ട് അത് സ്പ്രേ ചെയ്തിട്ട് കുറച്ച് നേരം വെക്കാം. ഇതിപ്പോൾ അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് സ്പ്രേ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ സ്പ്രേ എടുത്തിട്ട് ഒരു 10 inch കുറച്ച് ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യാം. എന്നിട്ടാണ് ഇത് സ്പ്രേ ചെയ്യേണ്ടത്. കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഡയറക്റ്റ് ഇത് സ്പ്രേ ചെയ്യാം. അപ്പൊ നമ്മളിതിപ്പോ നന്നായി സ്പ്രേ ചെയ്യുന്നത്. നല്ല സ്മെല്ലാണ് കേട്ടോ, സിട്രസിന്റെ സ്മെല്ലാണ് ഇതിന് വരുന്നത്. ആദ്യത്തെ സ്മെല്ല് പറയാൻ പറ്റില്ല കേട്ടോ, അമ്മാതിരി സ്മെല്ലായിരുന്നു. വെറുതെ അഭിനയിച്ചത്, ഞാൻ ശരിക്കും പോത്തിന് മണമായിട്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മള് ഇനി ഒരു ക്ലോത്ത് എടുക്കുക, ഒരു ഡ്രൈ ക്ലോത്ത് എടുത്തിട്ട് നിങ്ങൾ ഇത് നന്നായിട്ട് വൈപ്പ് ചെയ്യണം.
ഇതിപ്പോ നമ്മൾ നന്നായി വൈപ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് ജസ്റ്റ് നമ്മുടെ ഒരു എയറിൽ വെച്ച് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇതൊന്നും ഇതിന്റെ ഭയങ്കരമായിട്ട് സ്മെല്ലായിട്ടുണ്ടാവില്ല, അപ്പൊ ഒന്ന് പോയിട്ടൊന്ന് സെറ്റ് ആകാനായിട്ട്. അപ്പോൾ നിങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അത് അതിലേക്ക് ആക്കിയിട്ടാണ് വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് എയർ കൊള്ളിക്കാനായിട്ട് ഇത് വെച്ചിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ ഈ സ്പ്രേയിൽ കുറേ കണ്ടൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആൻറ്റി ബാക്ടീരിയ, ആൻറ്റി ഫംഗൽ ഒക്കെ എഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യാനുള്ള ഫെർസിനൽ സംതിങ് എന്തൊരു കണ്ടന്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിന് നമുക്ക് മെയിൻ ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് സെറ്റ് ആകണമല്ലോ ഇത് വെക്കാനായിട്ട്, അത് സ്പ്രേ ചെയ്തതിൻ്റെ സെറ്റ് ആകുന്നല്ലോ, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വെക്കുന്നത് കുറച്ച് നേരം. അപ്പോൾ ഇതിൻ്റെ ഈ ഫോമൊക്കെ എടുത്ത് മാറ്റി സ്പ്രേ ചെയ്ത് വെച്ചേക്കണവർ ഇതിന് ശേഷം അത് എടുത്തിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം. എന്നിട്ട് ഇത് യൂസ് ചെയ്യേണ്ടത്, ഇതിപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രേ യൂസ് ചെയ്തതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫെർസിനോൾ എന്ന് പറഞ്ഞ കണ്ടന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഫേസിൽ വരുന്ന പിമ്പിൾസ് ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ഇത് ഫൈറ്റ് ചെയ്യും. അപ്പോൾ നമുക്കത് അങ്ങനെ വരത്തില്ല. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല ഇതിൽ എന്തൊക്കെ ഈ ബാക്ടീരിയ, ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇത് സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ അതൊക്കെ നമുക്ക് ഇതിന് ഇല്ലാതാവും. അപ്പോൾ ഇത് നമ്മൾ എന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ നന്നായി ഇത് സ്വെറ്റൊക്കെ ആയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്ന ദിവസങ്ങൾ മാത്രമാണ് ഇത് നമ്മൾ ചെയ്യേണ്ട ആവശ്യം വരുന്നതേ ഉള്ളൂ. ഇതൊക്കെ നമ്മളിപ്പോൾ സെറ്റ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ഹെൽമെറ്റ്. ഇനി നമുക്ക് തിരിച്ചിൻ്റെ തലയിലേക്ക് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അതെല്ലോ, ഇനി വൃത്തിയായിട്ട് നടന്നുകൂടെ? വെക്കി കുളിക്കാത്ത നീയോ? അപ്പോൾ ഈ പ്രോഡക്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഭയങ്കര പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്. റേഡേഴ്സിന് ഇത് എന്തായാലും നിങ്ങളുടെ കളക്ഷനിൽ എന്തായാലും നിങ്ങൾക്കിത് വേണം. കാരണം ഇതുപോലെ ഒരു എന്താ പറയുക, 180 റുപ്പീസേ വരുന്നുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പല ഈ എല്ലാ ഷോപ്സിലും ഇത് അവൈലബിൾ ആണ്. അതായത് നിങ്ങളുടെ ഹെൽമെറ്റ് ഒക്കെ മേടിക്കാൻ പോകുന്ന ഷോപ്സിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അഥവാ അതിലൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ആമസോൺ, ഫ്ലിപ്കാർട്ട് അതിലൊക്കെ ഇതുണ്ട്. അപ്പോൾ ഓഫേഴ്സിൽ നിങ്ങൾക്കത് കിട്ടാനും നിങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ഇതിന് ഞാൻ വാങ്ങിച്ചത് എന്തോ ഒരു ഓഫർ വന്നപ്പോഴാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇതൊരു പെയ്ഡ് ഇതൊന്നും അല്ല കേട്ടോ. ഇത് ഞാൻ പേഴ്സണലി എനിക്ക് കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ട് ഫീൽ ചെയ്ത ഒരു സ്പ്രേ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഞാനിപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതെല്ലാവരും മാക്സിമം വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക. ടൈമില്ലാത്തവർക്ക് ഇത് ഏറ്റവും ബെസ്റ്റ് പ്രോഡക്റ്റാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് യുവർ റൈഡർ ഗേൾ സൈനിങ് ഔട്ട്. ബൈ. തുടങ്ങ്. ഹായ് ഫ്രണ്ട്സ്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്. നല്ല ഇത് കൊടുക്കും, അത് കട്ട് ചെയ്തോളാം. തുടങ്ങിക്കോ. തുടങ്ങിക്കോ. ഇതല്ലേ എന്ത് തുടക്കം പറഞ്ഞ തുടക്കം തുടങ്ങാൻ ബാക്കിയൊക്കെ അറിയാം. തുടക്കം പറ. എനിക്കാണെങ്കിൽ കാണാനും പറ്റുന്നില്ല. നിങ്ങളും തീരുമാനിക്കും. Come on, start. തുടക്കാൻ എനിക്കൊരു വാക്ക്. ഹെൽമെറ്റ് ഇത് നമുക്ക് തിരിച്ചിന്റെ തലയിലേക്ക് നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അതെല്ലോ, ഇനി വൃത്തിയായിട്ട് നടന്നുകൂടെ? വെക്കി കുളിക്കാത്ത നീയോ?